നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് PSCയിൽ കണക്കിൽ സ്ഥിരമായി ചോദിച്ചു കാണുന്ന LCM HCF കാണുവാനും അത് വെച്ച് ആ മേഖലയിൽ നിന്നും വരുന്ന ചില ചോദ്യങ്ങൾ ചെയ്യുവാനുള്ള ഷോർട്ട് ട്രിക്കുകളും സ്ഥിരമായി ആവർത്തിക്കുന്ന ചില പാറ്റേണുകളും പരിചയപ്പെടാം. നമുക്ക് LCMൽ നിന്ന് തുടങ്ങാം. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ, അതായത് ഒന്നിലധികം, അതായത് രണ്ടോ മൂന്നോ സംഖ്യകളുടെ LCM കാണുക എന്ന് പറഞ്ഞാൽ ആ മൂന്ന് സംഖ്യകളുടെ, ഇവിടെ ഇപ്പോൾ നമ്മൾ 8, 6, 4 എന്ന് എഴുതി. 8ൻ്റെയും 6ൻ്റെയും 4ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 8ന് നമുക്ക് ഗുണന പട്ടിക എഴുതാം, 6ന് ഗുണന പട്ടിക എഴുതാം, 4ന് ഗുണന പട്ടിക എഴുതാം. ഈ ഗുണന പട്ടികകൾ എഴുതിയാൽ ഇതിൽ മൂന്നിലും കോമണായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ഈ മൂന്ന് സംഖ്യകളുടെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. 8ൻ്റെയും 6ൻ്റെയും 4ൻ്റെയും ഗുണപട്ടിക എഴുതിയാൽ അതിൽ കോമണായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. നമുക്ക് കാണുന്ന രീതിയാണിത്. ഓരോ സംഖ്യയെയും അത് ഏറ്റവും ചെറിയ സംഖ്യകൾ കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് LCM കാണാൻ പറ്റും. ഇരട്ട സംഖ്യകൾ വരുമ്പോൾ നമ്മളെപ്പോഴും ഫാക്ടറൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ സംഖ്യ 2 തന്നെയാണ്. ഒറ്റ സംഖ്യ ആണെങ്കിൽ മാത്രമേ നമ്മൾ 3 വെച്ച് തുടങ്ങേണ്ടതുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും 2 വെച്ച് തന്നെ തുടങ്ങണം. കാരണം ഏറ്റവും ചെറിയ ഫാക്ടറുകളാണ് നമുക്ക് ഈ സംഖ്യയെ ആക്കേണ്ടത്. 8നെ നമുക്ക് 2 കൊണ്ട് ഫാക്ടർ ചെയ്യുമ്പോൾ 8 2 4 തവണ പോകും, വീണ്ടും 2 കൊണ്ട് ചെയ്യാം, വീണ്ടും 2 കിട്ടും. അതായത് 8നെ 2 കൊണ്ട് 3 തവണ ഫാക്ടർ ചെയ്യാം. അതുപോലെ 6നെ ഇരട്ട സംഖ്യയാണ്, 2 കൊണ്ട് നോക്കി 2 3 തവണ പോയി, 3ന് പിന്നെ നമുക്ക് ഇവിടെ നിർത്താം, അല്ലെങ്കിൽ 3 ഒരു തവണ, അത്രയും കൂടെ പോകും. പിന്നെ ഉള്ളത് 4നെയാണ്. 4 2 തവണ പോകും. ആക്കിയതിന് ശേഷം അതിനെ നമ്മൾ പവർ ചെയ്തെഴുതും. ഇവിടെ 2 നമ്മൾ 3 തവണ ഘടകങ്ങളായി കിട്ടി, അതുകൊണ്ട് 2നെ 2 3 എന്ന പവർ ഉപയോഗിച്ച് എഴുതി, 2 ഘാതം 3 എന്ന് എഴുതി. കാരണം 2 കൊണ്ട് 3 തവണ ഘടകങ്ങളാക്കാൻ പറ്റി. 6നെ നമുക്ക് 2നെ ഒരു പ്രാവശ്യവും 3നെ ഒരു പ്രാവശ്യവും മാത്രമേ ഘടകങ്ങളാക്കാൻ പറ്റുള്ളൂ. 2 കൊണ്ട് ഒരു തവണയും 3 കൊണ്ട് ഒരു തവണയേ പറ്റുള്ളൂ. അതുകൊണ്ട് 2 ഘാതം 1 3 ഘാതം 1 നമ്മൾ എഴുതി. അതുപോലെ 4നെ ചെയ്യുമ്പോൾ 2 തവണ പോയി എഴുതി. ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ കാണുമ്പോൾ, LCM കാണുമ്പോൾ നമ്മൾ 8നെയും 6നെയും 4നെയും ചെയ്തതിൽ ഏറ്റവും ഹയസ്റ്റ് പവറുള്ള ഘടകങ്ങളാണ് എടുക്കേണ്ടത്. ഇവിടെ ഈ 3ൽ ഹയസ്റ്റ് പവർ വരുന്നത്, 2ൻ്റെ ഹയസ്റ്റ് പവർ വരുന്നത് 2 ഘാതം 3 ആണ്. അതേപോലെ എല്ലാ ഘടകങ്ങളും എടുക്കണം. LCM എന്ന് പറയുമ്പോൾ എല്ലാ ഘടകങ്ങളും എടുക്കണം. ഏതൊക്കെ സംഖ്യ ഉപയോഗിച്ച് ഘടകങ്ങളാക്കിയോ അതിൻ്റെ എല്ലാം ഹയസ്റ്റ് പവർ നമ്മൾ എടുക്കണം. ഇവിടെ 3 ഇല്ല, ഇവിടെ 3 ഒരു തവണയുണ്ട്. 3 ഒരു തവണ വരുമ്പോൾ അതാണ് 3ൻ്റെ ഹയസ്റ്റ് പവർ, അതുകൂടി എടുക്കണം. 2 ഘാതം 2 നമ്മൾ എടുക്കേണ്ട, കാരണം ഇവിടെ 2ൻ്റെ ഹയസ്റ്റ് പവർ മാത്രമേ നമ്മൾ എടുക്കണ്ടൂ. 2 ഘാതം 3 ഗുണിക്കണം 3 ഘാതം 1. അപ്പോൾ ഇത് രണ്ടും ഗുണിച്ചാൽ 8 ഇൻറ്റു 3 വരും, അത് 24. അപ്പോൾ 8ൻ്റെയും 6ൻ്റെയും 4ൻ്റെയും LCM 24 എന്ന് കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കുക, ഘടകങ്ങളാക്കിയ ശേഷം പവർ ചെയ്തെഴുതി അതിൽ ഏറ്റവും ഹയസ്റ്റ് പവർ എത്ര സംഖ്യകളുണ്ടോ അതിൻ്റെ എല്ലാം കോമണായിട്ട് ചെയ്തിട്ട് അതിൽ വരുന്ന ഹയസ്റ്റ് പവർ മാത്രം നമ്മൾ എടുക്കുക. 2 ഘാതം 1 എടുക്കേണ്ട ആവശ്യമില്ല, 2 ഘാതം 2 എടുക്കേണ്ട, 2 ഘാതം 3 എടുക്കുക. അതിനുശേഷം എല്ലാ സംഖ്യകളും എടുക്കണം, എല്ലാ ഘടകങ്ങളും എടുക്കണം. 3ൻ്റെത് 3 ഘാതം 1 എടുക്കുക. ശേഷം ഈ എടുത്ത ഘടകങ്ങളെല്ലാം തന്നെ ഗുണിക്കുക. ഇനി ചെറിയ സംഖ്യകളാണെങ്കിൽ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് 3 സംഖ്യകൾ നോക്കുക, 8 6 4. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ നമ്മൾ എടുക്കുക, 8. ഇത് എല്ലാ സംഖ്യകളും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഒരു എളുപ്പ വഴി എന്നുള്ള രീതിയിലാണ്. ചെറിയ സംഖ്യകൾ നമുക്ക് ഒരു 100ന് താഴെയെല്ലാം വരുന്ന സംഖ്യകൾ വരുമ്പോൾ അതിൽ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. അതിനുശേഷം അതിൻ്റെ മറ്റ് 2 സംഖ്യകളും ഇതിൽ പോകുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് മറ്റ് 2 സംഖ്യകൾ കൊണ്ടും ഇതിനെ ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. 8നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, 6 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അതല്ല, 8 എന്നുള്ളത് അതിൻ്റെ LCM ആയി നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിനുശേഷം 8ൻ്റെ ഡബിൾ 16നെ ഈ 2 സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ 6 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതിനുശേഷം 8നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 24 വരും.
24നെ 6 കൊണ്ടും 4 കൊണ്ടും ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റും. 6 കൊണ്ടും പറ്റും, 4 കൊണ്ടും പറ്റും. 26ൽ 6 4 തവണയും 4 6 തവണയും പോകും. അപ്പോൾ 24 ഇതിൻ്റെ LCM എന്നുള്ളത് നമുക്ക് കിട്ടും. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇതിൽ വലിയ സംഖ്യ എടുക്കുക, വലിയ സംഖ്യയെ മറ്റ് സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ നേരെ ഇരട്ടി എടുത്തിട്ട് അതിനെ ഈ 2 സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതും പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി എടുക്കുക, പിന്നെ 4 ഇരട്ടി എടുക്കുക. അത് വലിയ സംഖ്യകൾക്ക് ബുദ്ധിമുട്ടാണ്. ചെറിയ സംഖ്യകൾ വന്നാൽ ഒരു എളുപ്പ വഴി എന്നുള്ള രീതിയിൽ നോക്കാം. അതുപോലെ നമുക്ക് LCM കാണാൻ സെപ്പറേറ്റ് ആയിട്ട് ഘടകം ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. നമുക്ക് ഒന്നിച്ചെഴുതി തന്നെ ചെയ്യാം. ഉദാഹരണത്തിന് 8, 12, 16, 4 ഈ സംഖ്യയുടെ LCM കാണാൻ നമ്മൾ സെപ്പറേറ്റ് ഘടകങ്ങളാക്കേണ്ടതില്ല. എളുപ്പവഴി ഉപയോഗിച്ച് ചെയ്യാം. കാരണം ഏറ്റവും വലിയ സംഖ്യ 16 16ൽ ഈ സംഖ്യകൾ പോകുക നോക്ക്. 8 പോകും, 12 പോവില്ല. അപ്പോൾ അതല്ല LCM. നേരെ 16ൻ്റെ ഡബിൾ എടുക്കുക. 32ലും 12 പോവില്ല. പിന്നെ 3 ഇരട്ടി എടുക്കുക. 48 48ൽ 8 പോകും, 4 പോകും, 12ഉം പോകും. 12 4 തവണ പോകും. അപ്പോൾ ഈ സംഖ്യകളുടെ LCM 48 ആണെന്ന് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ. കാരണം ഏറ്റവും വലിയ സംഖ്യ സെലക്ട് ചെയ്യുക, അതിൽ മറ്റു സംഖ്യകൾ പോകുമോ നോക്കുക. പോകുന്നില്ലെങ്കിൽ അതിൻ്റെ ഡബിൾ എടുത്ത് നോക്കുക. വീണ്ടും അതിൻ്റെ × 2 ആണിത്. ഇത് 16 × 3 48. 48ൽ ഈ 3 സംഖ്യകളും പോകുന്നതിനാൽ 48 ഈ 4 സംഖ്യകളുടെയും LCM എന്ന് പറയാം. ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് ചെയ്യുന്നതാണെങ്കിൽ ഒന്നിച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ എഴുതി 8, 12, 16, 14 4 കൊണ്ട് ചെയ്യുന്നു. 8ൽ 4 തവണ, 12ൽ 3 തവണ, 16ൽ 8 തവണ, 4ൽ 2 തവണ. നമ്മൾ വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു. 4ൽ 2 തവണ, 3ൽ 2 പൂർണ്ണമായി പോകില്ല, അതുകൊണ്ട് 3 ഇറക്കി എഴുതി. 8ൽ 2 4 തവണ, 2ൽ 2 1 തവണ. വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു. 2ൽ 1 തവണ, 3 പോകില്ല, അതുകൊണ്ട് 3 ഇറക്കി എഴുതി. 4ൽ 2 തവണ, 1ൽ പോകില്ല, 1 ഇറക്കി എഴുതി. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയത് 2/4. 1 2 3 4 4 2കളാണുള്ളത്. 1 2 3 4 ഗുണിക്കണം 3 1 തവണ 48. നമുക്ക് 48 എന്ന് കിട്ടും. 48 LCM എന്ന് കിട്ടും. എടുക്കേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ 4ഉം എഴുതി. 4 ഒന്നിച്ച് ഫാക്ടറൈസ് ചെയ്യാണ്. 2 കൊണ്ട് ചെയ്യുന്നു. ഇരട്ട സംഖ്യകളുണ്ടെങ്കിൽ ആദ്യം 2 കൊണ്ട് തന്നെ ചെയ്യണം. ഇരട്ട സംഖ്യകളില്ലെങ്കിൽ മാത്രമേ 3 കൊണ്ട് ചെയ്യാൻ ആരംഭിക്കേണ്ടതുള്ളൂ. അപ്പോൾ 2 കൊണ്ട് ചെയ്തു വന്നു. വീണ്ടും ഒറ്റ സംഖ്യ, അതിനിടയ്ക്ക് ഒരു ഒറ്റ സംഖ്യ വരുമ്പോൾ 2 കൊണ്ട് പൂർണ്ണമായി ചെയ്യാൻ പറ്റാത്തത് വരുമ്പോൾ ആ സംഖ്യകൾ അതേപോലെ നമ്മൾ ഇറക്കി എഴുതുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇവിടെ 3 വന്നു. നമ്മൾക്ക് ഇവിടുന്ന് ഇത്ര എഴുതിയാൽ ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും നമ്മൾ എടുക്കണം. 2 4 തവണയും 3 1 തവണയാണുള്ളത്. അപ്പോൾ 2/4 × 3/1 16 × 3 48 LCM കിട്ടുക. ഇനി നമുക്ക് HCFനെ പറ്റി ഒന്ന് സംസാരിക്കാം. 3 സംഖ്യകളുടെ HCF അല്ലെങ്കിൽ 1 2 3 സംഖ്യകളുടെ HCF എന്ന് പറഞ്ഞാൽ ഈ സംഖ്യകളെയെല്ലാം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ. അതായത് 12, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് 12, 15, 30. 12നെയും 15നെയും 30നെയും പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന വലിയ സംഖ്യയാണ് ഈ സംഖ്യകളുടെ HCF എന്ന് പറയുന്നത്. ആ സംഖ്യ കൊണ്ട് 12നെ ആ സംഖ്യ കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 0 കിട്ടണം. 15നെ ആ സംഖ്യ കൊണ്ട് ഹരിച്ചാലും 0 കിട്ടണം. 30നെ ആ സംഖ്യ കൊണ്ട് ഹരിച്ചാലും 0 കിട്ടണം ശിഷ്ടം. ആ സംഖ്യയാണ് അങ്ങനെ വരുന്ന ഏറ്റവും വലിയ സംഖ്യ. അതിനെയാണ് HCF എന്ന് പറയുന്നത്. HCFും LCFും കാണുവാൻ സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. നമ്മൾ LCMൽ ചെയ്തതുപോലെ തന്നെ 12നെ നമ്മൾ ഘടകങ്ങളാക്കി, 15നെയും നമ്മൾ ഘടകങ്ങളാക്കി, 30നെയും ഘടകങ്ങളാക്കി. 12ന് 2 6, വീണ്ടും 2 3. ഇവിടെ 2 2 തവണയും 3 1 തവണയും. 15നെ ഒറ്റ സംഖ്യയാണ്, 2 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 3 കൊണ്ട് ചെയ്തു, 5 തവണ പോയി. 3 1 തവണ 5 1 തവണ, അതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റില്ല. 30നെ നമ്മൾ 2 കൊണ്ട് ചെയ്തു, 15 കിട്ടി. 15നെ നമ്മൾ 3 കൊണ്ട് ചെയ്തു, 5 കിട്ടി. ഇവിടെ നമ്മൾ എഴുതി. ഇവിടെ 15ന് 3 1 തവണ 5 1 തവണ. ഇവിടെ 2 1 തവണ 3 1 തവണ 5 1 തവണ. ഇവിടെ അടുത്ത സ്റ്റെപ്പിലാണ് LCMും HCFും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്.
LCM കാണുവാൻ നമ്മൾ ഇതിലെല്ലാം വരുന്നതിൽ കോമൺ ആയിട്ടുള്ളതല്ല, എല്ലാത്തിൽ നിന്നും ഹയ്യസ്റ്റ് പവർ വരുന്ന ഘടകങ്ങൾ എടുത്ത് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. LCM ആയിരുന്നു നമ്മൾ കാണുന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ 2ന് 2 തവണയുണ്ട്. അപ്പോൾ ആ 2 നമ്മൾ സെലക്ട് ചെയ്യും. ഇവിടെ എല്ലാത്തിലും 3 ഒരു തവണയുണ്ട്, ആ ഒരു 3 നമ്മൾ സെലക്ട് ചെയ്യും. ഇവിടെ 2ലും 5 ഓരോ തവണയുണ്ട്, അപ്പോൾ അതിലൊന്നും കൂടെ നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ 2/2 × 3/1 × 5/1 ഇതിൻ്റെ LCM വരിക. മറിച്ച് ഇപ്പോൾ നമ്മൾ HCF ആണ് കാണുന്നത്. അതുകൊണ്ട് ഇതിൽ കോമണായി വരുന്ന ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ പവറാണ് നമ്മൾ എടുക്കുക. എല്ലാത്തിലും കോമണായി ഉണ്ടായാൽ മാത്രം പോരാ, ഏതിലാണ് ഏറ്റവും ചെറിയ പവർ വരുന്നത്, ഏറ്റവും കുറവ് തവണ ആവർത്തിക്കുന്നത്, ആ സംഖ്യയാണ് നമ്മൾ എടുക്കുക. ഇതിലിപ്പോൾ 3 ഒരു തവണ വരുന്നുണ്ട്, ഇതിൽ 3 ഒരു തവണ വരുന്നുണ്ട്, ഇതിലും 3 ഒരു തവണ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 2 ഇതിൽ വരുന്നില്ല, ഇതിൽ 2 വരുന്നില്ല. അപ്പോൾ 2 നമുക്ക് എടുക്കാൻ പറ്റില്ല. കോമണായി വരുന്നത് 3 മാത്രമാണ്. അത് ഏറ്റവും ലോവസ്റ്റ് പവറായിട്ട് വരുന്നത് 3ലും ഓരോ തവണ 3 വരുന്നത് കൊണ്ട് 3 ഇതിൻ്റെ HCF എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? നമുക്ക് HCFൻ്റെ മറ്റൊരു എക്സാമ്പിളൂടെ നോക്കാം. 8, 24, 72 ഈ 3 സംഖ്യകളുടെ HCF ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ ഈ 3 സംഖ്യകളിലും പൊതുവായി വരുന്ന ഏറ്റവും വലിയ ഘടകം അതാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ ഇതേപോലെ നേരത്തെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ഒന്നിച്ചെഴുതി LCM കാണുന്നത് പോലെ തന്നെ ഒന്നിച്ചെഴുതി ഘടകക്രിയ ചെയ്യണം. എല്ലാം ഇരട്ട സംഖ്യകളാണ്, അല്ലെങ്കിൽ ഒരു ഇരട്ട സംഖ്യകളുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആദ്യം 2 കൊണ്ട് ചെയ്തു, 4, 12, 36, വീണ്ടും 2 കൊണ്ട് ചെയ്തു, 2, 6, 18, വീണ്ടും 2 കൊണ്ട് ചെയ്തു, 1, 3, 9. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനെയും കോമണായി 3 തവണ 2 കൊണ്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷം 1, 3, 9 വന്നത്. 3നെയും 9നെയും നമുക്ക് 3 കൊണ്ട് ഘടകക്രിയ ചെയ്യാം, പക്ഷേ 1നെ ചെയ്യാൻ പറ്റില്ല. 1നെയും 3നെയും 9 കൊണ്ട് 9നെയും ചെയ്യാൻ പറ്റുന്ന ഒരേയൊരു സംഖ്യ 1 1 കൊണ്ട് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്ന ഒരുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. കാരണം ഇവിടെ നമുക്ക് 3 എഴുതി, ഇവിടെ 1, 1, 3 എന്ന് എഴുതിയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഈ 1നെ ചെയ്യാൻ പറ്റില്ല. ഈ 1ൻ്റെ ഘടകമല്ല 3. കോമണായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 കൊണ്ട് 3 തവണയാണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ HCF എന്ന് പറയുന്നത് 2/3 മാത്രമാണ്. അത് 8. 8, 24, 72ൻ്റെ HCF എന്ന് പറയുന്നത് 8. കാരണം ഘടകക്രിയ എവിടെ ചെയ്യാൻ പറ്റാതെ വരുന്നോ അവിടെ നിർത്തുക. കോമണായിട്ട് എത്ര ചെയ്യാൻ പറ്റിയോ അത് ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 2 ഗുണിക്കണം 2 ഗുണിക്കണം 2, 8 HCF എന്ന് പറയുന്നത്. ഇനി HCF കാണാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ LCMൽ പറഞ്ഞതുപോലെ തന്നെ LCM കാണാൻ നമ്മൾ ഏറ്റവും വലിയ സംഖ്യ എടുത്ത് അതിനെ മറ്റ് സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കി, പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുത്ത് ചെയ്യാൻ പറ്റുമോ നോക്കി, അതും പറ്റുന്നില്ലെങ്കിൽ 3 ഇരട്ടി എടുത്ത് ചെയ്യാൻ പറ്റുമോ നോക്കി. ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്തത്. HCFൻ്റെ കാര്യത്തിൽ നമ്മളിവിടെ ഏറ്റവും ചെറിയ സംഖ്യ സെലക്ട് ചെയ്യുക, അതിൻ്റെ ഘടകങ്ങൾ എഴുതുക. നമുക്കിത് ഒരുപാട് വലിയ സംഖ്യകൾക്ക് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം നമുക്ക് ഒരു 100ന് താഴെ വരുന്ന സംഖ്യകൾക്കൊക്കെ ചെയ്യാം. 8ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 4ഉം 2ഉമാണ്. അപ്പോൾ 8ൻ്റെ ഘടകങ്ങൾ 8ഉം 4ഉം 2ഉമാണ്. ഈ 3 സംഖ്യകളും കൊണ്ട് ഈ 3 സംഖ്യകളിൽ ഏറ്റവും വലുതിനെ ഈ 2 സംഖ്യകളും കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതാണ് ഈ 3 സംഖ്യകളുടെ HCF എന്ന് പറയുന്നത്. ഇവിടെ 8 ഏറ്റവും വലിയ ഘടകം. 8ൻ്റെ ഏറ്റവും വലിയ ഘടകം 8 ആയതുകൊണ്ട് 24നെയും ചെയ്യാൻ പറ്റും, 72നെയും ചെയ്യാൻ പറ്റും. അപ്പോൾ 8, 24, 72 എന്ന് പറയുന്നതിൻ്റെ HCF എന്ന് പറയുന്നത് 8. ഇത് ഒരുപാട് ക്രിയ ചെയ്യാതെ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ 3 സംഖ്യകൾ നോക്കാം. ഇത് നമ്മൾ എളുപ്പവഴി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ 9, 15, 27. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ സെലക്ട് ചെയ്യുക, അതിൻ്റെ ഘടകങ്ങൾ എഴുതുക. 9ൻ്റെ ഘടകങ്ങൾ 9ഉം 3ഉമാണ്. അങ്ങനെ വരുമ്പോൾ അതിനുശേഷം ഇതിൽ ഓരോ സംഖ്യയും ആദ്യം വലുത് 9, 15 പോകുമോ നോക്കുക. ഇല്ല, 9, 27 പോകും, പക്ഷേ 15 പോകില്ല. അപ്പോൾ 9 HCF. പിന്നെ അതിൻ്റെ താഴെ വരുന്ന ഘടകം എന്ന് പറയുന്നത് 3. 3 9 പോകും, 15 പോകും, 27 പോകും. അപ്പോൾ 3 ഇതിൻ്റെ HCF. ഈ 3 സംഖ്യകളുടെ HCF എന്ന് പറയുന്നത് 3.